കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചു നീങ്ങാൻ ബിജെപി ഇതര സംസ്ഥാനങ്ങളുടെ തീരുമാനം. ജിഎസ്ടി പരിഷ്കരണം നടത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനം സംരക്ഷിക്കണമെന്ന് ബിജെപി ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ജിഎസ്ടി 2 സ്ലാബ് ഘടനാ തീരുമാനത്തിൽ കേന്ദ്രം ആവശ്യമായ ചർച്ചകൾ നടത്തിയില്ല എന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചു. അടുത്ത മാസം ജിഎസ്ടി കൌൺസിൽ യോഗം ചേരുന്നതിനു മുമ്പാണ് ബിജെപി ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഡൽഹിയിൽ യോഗം ചേർന്നത്. ജിഎസ്ടി പരിഷ്കരണം സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു വേണമെന്ന് ബിജെപി ഇതര സംസ്ഥാന ധനമന്ത്രിമാർ ആവശ്യപ്പെട്ടു. നികുതി ഇളവിന്റെ ഗുണം ഉപഭോക്താവിന് ലഭിക്കണമെന്ന് ഉറപ്പാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ധനമന്ത്രിമാർ വ്യക്തമാക്കി. അടുത്ത മാസം നടക്കുന്ന ജിഎസ്ടി കൌൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. ജിഎസ്ടി നടപ്പിലാക്കിയതോടെ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞുവെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. Losses are likely to be in the range of 85,000 crores going up to 2.5 lakh crores. Reasonable estimates one may deduct from this would be somewhere between 1.5 lakh to 2 lakh crores would be the likely revenue loss. വോട്ട് നിരോധനം പോലെ പെട്ടെന്നെടുത്ത തീരുമാനമാണ് 2 സ്ലാബ് ജിഎസ്ടി പരിഷ്കരണമെന്നും സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ആഗസ്റ്റ് 15 പ്രഖ്യാപനത്തിലാണ് അത് വന്നത്. അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ കൗൺസിലിനകത്ത് കണ്ടാണ്. അതുകൊണ്ട് പിന്നെ ഗോം വിളിച്ചു. ഗോമിനകത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. ജിഎസ്ടി കൗൺസിൽ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞങ്ങൾ ചർച്ച ചെയ്തതല്ല ഇത്. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, കർണാടക, തെലങ്കാന, പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാരും പ്രതിനിധികളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. മീഡിയ 1, ഡൽഹി.